എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ ആ ഹോളോ മാസ്ക് അതങ്ങനെ മുഖത്തേക്ക് കൊണ്ടുവന്ന് അവൻ ആ ഹോളോ പവർ കൺട്രോൾ ചെയ്യാണ്. ഇച്ചിഗോയുടെ ഏറ്റവും വലിയ കൺസേൺ അത് ഒറഹിബയെ കുറിച്ചും ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോ അവളെക്കുറിച്ച് ഓർത്താണ്. അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല, അതവൻ എൻഷുർ ചെയ്യും. ഇച്ചിഗോ ആണെങ്കിൽ ആ ഹോലോ മാസ്ക് അത് ധരിച്ചു നിൽക്കുന്നത് കണ്ട് ഒറഹിബയ്ക്ക് ഒരുപാട് പേടി തോന്നും. ഒറഹിബയെ കാണുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലെ പേടി അത് ഇച്ചിഗോ തിരിച്ചറിയാണ്. ഇച്ചിഗോ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. ഒറഹിബ, ഒരു കാരണവശാലും നീ എന്നെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് ഈ ഹോലോ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഹോലോ പവർ ഉപയോഗിച്ച് തന്നെ ഈ ഹോലോസിനെ മുഴുവൻ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇതിനെല്ലാം കാരണക്കാരനായ എക്സ് സോൾ റീപ്പർ സാക്ഷാൽ ഐസൻ, അവനെ ഞാൻ വെറുതെ വിടുകയില്ല. ഒരു കാരണവശാലും നിന്റെ ജീവന് യാതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇച്ചിഗോ അവനാണെങ്കിൽ വീണ്ടും ആ നീലമുടിയൻ ഗ്രിഞ്ചോയുടെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞടുക്കും. ഇവിടെ ഗ്രിഞ്ചോ ആണെങ്കിൽ ഹീറോയുടെ ഹോലോ പവറും അതുപോലെ തന്നെ ബാങ്കായ് പവറൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. കാരണം അവൻ ഇത്രയും നേരം ആഗ്രഹിച്ചത് ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ്. ഈ ഒരു മൊമെന്റിൽ ഹീറോയോട് ഫൈറ്റ് ചെയ്യണം. അവന്റെ ഫുൾ സ്ട്രെങ്തിൽ ഇച്ചിഗോയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് അവന്റെ തോൽവി അത് തിരുത്തി കുറിച്ച് ഇച്ചിഗോയുടെ മേലെ വിജയം സ്ഥാപിക്കണം. അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തത്. ഇച്ചിഗോയുടെ മനസ്സിലാണെങ്കിൽ ഒരല്പം ടെൻഷനുണ്ട്. എങ്ങനെ അവനെ നേരിടണം എന്നൊരു കൺഫ്യൂഷനും അവന്റെ മനസ്സിലുണ്ട്. അതേസമയം നീലത്തലയൻ ഗ്രിഞ്ചോ അവന്റെ സ്ക്വാഡിന് മേലെയുള്ള കൺട്രോള് അതങ്ങനെ മോചിപ്പിച്ച് പവർ റിലീസ് ചെയ്യും. ആ പവർ അങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവേണ്ട താമസം അത് കറക്റ്റായിട്ട് ഹീറോ സെൻസ് ചെയ്യാണ്. അവനാണെങ്കിൽ അതൊരു വിയേർഡ് പവറായിട്ട് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പോൾ ഒറഹിബയോട് പറയും, ഒറഹിബ, എത്രയും വേഗം നീ ഒരു പ്രൊട്ടക്റ്റീവ് കവചം നിനക്കും ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോയ്ക്കും നേരെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും അതിൽ സേഫ് ആയിട്ടിരിക്കണം. ഒറഹിബയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് അവളുടെ ടെൻഷൻ കൂടും. പക്ഷേ ഇച്ചിഗോ പറഞ്ഞത് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല. അവളിപ്പോ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു കവചം ക്രിയേറ്റ് ചെയ്ത് അതിൽ ആ ഹോളോ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ മൊത്തത്തിൽ അവന്റെ ലുക്കൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ നല്ല സ്പ്ലിറ്റ് പ്രഷർ പുറത്തേക്ക് എടുക്കും. അതിനുശേഷം ആ ഗ്രിഞ്ചോയും ഇച്ചിഗോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റിനിടയിൽ ഒരുപാട് സ്പ്ലിറ്റ് പ്രഷർ പുറത്തേക്ക് വരികയാണ്. അപ്പം ലോങ് ഷോട്ടിലായി കുറേ അരങ്കാർ ലേഡീസ് അവറ്റകളാണെങ്കിൽ ഈ ഫൈറ്റൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ്. ഗ്രിഞ്ചോയുടെ ഫൈറ്റ് വേറെ ലെവലായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഗ്രിഞ്ചോയുടെ വലിയൊരു ഫാൻസ് തന്നെയാണ്. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലേക്ക് പോകുന്തോറും രണ്ടുപേരും ഇടിക്കുമ്പോഴുള്ള ആ ഒരു സ്പ്ലിറ്റ് പ്രഷർ അതങ്ങനെ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവും. അല്പസമയം കഴിയുമ്പോഴേക്കും അത് ആ ലേഡി ഹോലോസിന്റെ നേർക്കും ആഞ്ഞടിക്കുകയാണ്. ഉടനെ അതിൽ കൺട്രോൾ പോയ അവരുടെ ഹെഡ് അലങ്കാർ ലേഡി അവൾ മുൻപോട്ടേക്ക് വന്ന് ആ സ്പ്ലിറ്റ് പ്രഷറിനെ അങ്ങനെ ഇജക്റ്റ് ചെയ്യുകയാണ്. അത് ഒരുപാട് ദൂരത്തേക്ക് അവളുടെ പവർ ഉപയോഗിച്ച് നീക്കം ചെയ്ത് അവിടെ മുഴുവൻ ഒരാവരണം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും അവരങ്ങനെ ഹായ് ആയിട്ട് ആ ഫൈറ്റൊക്കെ കണ്ട് ആസ്വദിക്കും. ആ ഹെഡ് ലേഡി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ പവർ അത് നല്ല രീതിയിൽ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ ആ പവർ കിട്ടി വണ്ടർ അടിക്കും. അവൻ സോൾ റീപ്പർ പവറും അതുപോലെ തന്നെ ഹോലോ പവറും അത് രണ്ട് കമ്പൈൻ ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. മാത്രമല്ല ചിഗോ അവൻ വെറും ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു മനുഷ്യനെ കൊണ്ടെങ്ങനെ ഈ രണ്ട് പവറും കൺട്രോൾ ചെയ്ത് ചെയ്യാനും സ്പ്ലിറ്റ് പ്രഷർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യാനും കഴിയുന്നു ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ ഗ്രിഞ്ചോ ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യാണ്. നിന്റെ പവർ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറും ഒരു ഹ്യൂമൻ ആയിരുന്നു നീ, ഇപ്പൊ ഹോലോ പവറും സോൾ റീപ്പർ പവറും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ അവൻ തൂക്കിയെടുത്ത് ഒരു ചുമരിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ ഒരുപാട് പവറും ലൈറ്റ്സും എല്ലാം തന്നെ അങ്ങനെ പുറത്തേക്ക് റിലീസ് ആവും. ഗ്രിഞ്ചോ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നൈസായിട്ട് ഹീറോയുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ അവനെ അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഗ്രിഞ്ചോയുടെ ദേഹത്ത് ആഞ്ഞു വെട്ടും. ഗ്രിഞ്ചോ ആണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പൊ ഹീറോയെ നോക്കുകയാണ്. ഹീറോയ്ക്ക് ഒരുപാട് നേരം അവന്റെ ഹോലോ പവറും അതിപ്പോ കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഫുൾ ഫോമിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ ഇച്ചിഗോയുടെ പവർ അതൊരുപാട് കൂടിയെന്ന് ഗ്രിഞ്ചോ തിരിച്ചറിയാണ്. എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിഗോ അവനെ തോൽപ്പിക്കുന്നു മനസ്സിലാക്കി നീലത്തലയൻ ഗ്രിഞ്ചോ ആണെങ്കിൽ അവന്റെ പവർ അത് ഹീറോയ്ക്ക് നേരെ അയക്കുന്നതിന് പകരം ഒറഹിബയ്ക്കും ആ ഹോലോ പെണ്ണിന് നേരെ അങ്ങനെ വമ്പ ഫോഴ്സിൽ അയക്കുകയാണ്. ആ പവർ ആണെങ്കിൽ അവരെ തകർക്കാൻ കഴിയുന്ന അത്രയും തന്നെ സ്ട്രെങ്ത് ഉള്ളതാണ്. അത് കണ്ട് നമ്മുടെ ഇച്ചിഗോ അവൻ ഷോക്കാവും. ആണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അങ്ങനെ വമ്പ സ്പീഡിൽ വന്ന് ആ പവറിന് മുൻപിൽ അവർക്ക് ഒരു കവചം പോലെ നിൽക്കുകയാണ്.
ഒർഹിബയാണെങ്കിൽ ആ പവർ അങ്ങനെ വന്ന് ഇച്ചിഗോയുടെ ബോഡിയിൽ ഹിറ്റ് ചെയ്യുന്നത് കണ്ട് പേടിച്ച് വിറയ്ക്കും. കാരണം അതൊരു വലിയ പവറാണ്. അത് തീർച്ചയായിട്ടും ഹീറോയുടെ ബോഡിയിൽ വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷെ അതിനെ കഴിഞ്ഞും കൂടുതൽ അവൾ പേടിക്കുക ഇച്ചിഗോയുടെ ഫേസിലെ ആ ഹോലോ മാസ്ക് കണ്ടിട്ടായിരിക്കും. ഇതുപോലെ തന്നെയായിരുന്നു അവളുടെ ബ്രദറും പതിയെ പതിയെ ഒരു ഹോലോയായി മാറിയത്. അവളുടെ ബ്രദർ മുഴുവനായിട്ടും ഒരു ഹോലോയായി മാറിയതിനു ശേഷം അവളെ തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അവൾ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് ടെൻസ്ഡായി ഹീറോയെ തന്നെ നോക്കുകയാണ്. ഹീറോയ്ക്കും അവളുടെ മുഖവും എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവന്റെ ഹോലോ പവറും രൂപവും ഒക്കെ അത് ഒർഹിബയുടെ മനസ്സിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ക്രിഞ്ചോയെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. ക്രിഞ്ചോയും വിട്ടുകൊടുക്കാതെ ഹീറോയെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. കുഞ്ഞിപ്പെണ്ണ് ഹോലോ ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ തന്നെ കണ്ണിമ ചിമ്മാ നോക്കി നിൽക്കും. ഹീറോയ്ക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും അവന്റെ മുഖത്തെ ഹോലോ മാസ്കും അതാണ് അവളുടെ മനസ്സിൽ വലിയ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഹീറോ അവനെ വലിയൊരു പവർഫുള്ളായ ഒരു ഹീറോയെ പോലെയാണ് അവൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹീറോയുടെ ബോഡിയിൽ പരിക്കുകൾ പറ്റുന്നത് അവൾക്ക് സഹിക്കാനായിട്ടാവില്ല. ഇവിടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ക്രിഞ്ചോയെ ആഞ്ഞു വെട്ടും. ആ കുഞ്ഞുപെണ്ണ് ഹോലോ ആണെങ്കിൽ ഒർഹിബയെ നോക്കും. അവൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇച്ചിഗോയും ടീം ഇവിടേക്ക് വന്നത് ഈ ഒർഹിബയെ അന്വേഷിച്ചാണ്. അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നത്. പക്ഷേ ഒർഹിബയാണെങ്കിൽ ഒന്നും ചെയ്യാതെ പേടിച്ച് വരച്ച് മാറി നിൽക്കുകയാണ്. അത് ശരിക്കും ഒരു ബാഡ് ആയിട്ടുള്ള നേച്ചറാണ്. അത് കണ്ട കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ദേഷ്യത്തിൽ വിളിച്ചു പറയും, നീ അത് കാണുന്നില്ലേ, നിനക്ക് വേണ്ടിയാണ് അവരെല്ലാവരും അവരുടെ ജീവൻ പണയപ്പെടുത്തി ഇത് ചെയ്യുന്നത്. പക്ഷെ നീ ആണെങ്കിൽ ഒന്നും ചെയ്യാതെ നിസ്സംഗഭാവത്തിൽ നോക്കി നിൽക്കുന്നു. നിനക്കും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അവനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം അത് നിനക്കില്ലേ? അതോ ഹോലോസ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനാണോ നീ നിന്റെ ഫ്രണ്ട്സിനെ ഈ ഒരു ഗതിയിൽ ആക്കി മാറ്റിയത്? അത് കേട്ട് ഒർഹിബയാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയെ നോക്കും. അവൾക്ക് മനസ്സിലാവും ഇത്രയും കഷ്ടപ്പെട്ട് ആ ഹോലോ പവർ പോലും കൺട്രോൾ ചെയ്ത് ഇച്ചിഗോയും ബാക്കിയുള്ളവരും എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയാണ്. അവളുടെ ജീവൻ അത് തിരികെ പിടിക്കാനും അവളെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വെറുതെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യണം. കട്ട് ചെയ്ത ഹീറോയെ കാണിക്കും. ഹീറോയാണെങ്കിൽ ആ നീലത്തലയൻ ക്രിഞ്ചോ അവൻ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടുകയാണ്. ഇനിയും അല്പസമയം കൂടെ ഇതുപോലെ മുൻപോട്ടേക്ക് പോയാൽ ഹീറോയ്ക്ക് ഒരുപക്ഷെ അവന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാം. ഒർഹിബയാണെങ്കിൽ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഇച്ചിഗോയുടെ പേര് ഉച്ചത്തിൽ വിളിക്കും. ഇച്ചിഗോ, കമോൺ കമോൺ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവനെ തോൽപ്പിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അത് നിന്റെ മേലെയാണ്. അത് കേൾക്കേണ്ട താമസം ഇച്ചിഗോയുടെ പവറും കോൺഫിഡൻസും ശക്തിയും എല്ലാം തന്നെ 10 മടങ്ങായി മാറും. അവനാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത്തിൽ ഫൈറ്റ് ചെയ്യും. ഇച്ചിഗോയുടെ പവർ അങ്ങനെ കൂടി വരുന്നത് കണ്ട് അവനങ്ങനെ ഞെട്ടും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇച്ചിഗോ അവനെ ആഞ്ഞു വെട്ടി നശിപ്പിച്ച് കളയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.